ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. എനിക്ക് ഇങ്ങനെ കാർഡ് ഷഫ്ലിംഗ് ഒന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്താ, അസൂയ, കുശുമ്പ്, കണ്ണുകടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നേക്കാളും കൂടുതൽ അപ്പുറത്ത് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ തേർഡ് പാർട്ടിയുടെ കാര്യം പറയുന്നത്, എന്നേക്കാൾ കൂടുതൽ അപ്പുറത്ത് കിട്ടുമോ, ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവരെക്കാൾ കൂടുതൽ കിട്ടുമോ, അല്ല ഇപ്പോൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റുമോ, ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുമോ, ആധിപത്യം എനിക്കാണ് വേണ്ടത്, പിന്നെ എന്താ പറയുക, ഒരു ഫുള്ളായിട്ടുള്ള, അതായത് എന്ത് കാര്യങ്ങളും തേർഡ് പാർട്ടിയുടെ സമ്മതത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പൂർണ്ണമായിട്ടും ഹാപ്പി ആയിരിക്കും. എന്ത് കാര്യം, നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യവും തേർഡ് പാർട്ടിയുടെ സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ, അവരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ, ഇവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള നിങ്ങൾക്ക് കഴിവില്ല, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ അടുത്ത് പറയുന്നത് അവർക്കൊരു സന്തോഷമാണ്. ഈ തേർഡ് പാർട്ടി പോയിന്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള, അതായത് പിച്ചി, മാന്തി, തോണ്ടി എന്നൊക്കെ പറഞ്ഞ സില്ലി കാര്യങ്ങളൊക്കെ വളരെയധികം പെരുപ്പിച്ചിങ്ങനെ പറയില്ലേ, വളരെയധികം ഇങ്ങനെ പെരുപ്പിച്ച് ഉള്ള രീതിയിൽ പറയുന്നൊരു കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങളുടെ ഈ വ്യക്തിയുടെ അടുത്ത്. അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് മാക്സിമം ഒതുക്കാനും പറ്റും, അല്ല ഒരു ചെറിയൊരു കുഞ്ഞു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലോട്ടും എത്തിക്കാൻ പറ്റും. ഈ തേർഡ് പാർട്ടിയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പെരുപ്പിച്ച് അങ്ങേയറ്റം കൊണ്ട് എവിടം വരെ എത്തിക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. കാരണം ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പമ്പരം കറക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിയെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ പല സംസാരങ്ങളുമാണ് നിങ്ങളുടെ വ്യക്തിയുടെ സംസാരത്തിൽ കൂടി വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയിൽ കൂടി വരുന്നത്. കാരണം ഇവരെന്താണോ പറയുന്നത് അതിനപ്പുറം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രീതി നഷ്ടപ്പെടുത്താനോ ഇവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താനോ നിങ്ങളുടെ ഈ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് പല റീസൺസ് ആണ്. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വന്തം വീട്ടുകാരും തേർഡ് പാർട്ടി സാഹചര്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വേറെ പുറത്തുനിന്നുള്ള ഒരു എനർജി, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങൾക്കും ഇവരുടെ കണ്ണു മൂടി കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർ പറയുന്നതാണ് വേദവാക്യം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് നല്ല കാര്യങ്ങൾ. ഇപ്പൊ സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്, പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഒരു ധർമ്മം. അല്ലെങ്കിൽ തലെങ്കിലും മിനിമം ആട്ടി കൊടുക്കേണ്ടി വരും. അതാണ് ഇവർക്ക് വേണ്ടതും. അങ്ങനെയുള്ള രീതിയിൽ ശരിയേത് തെറ്റേത് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഈ വ്യക്തിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഒരു
ശക്തമായിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം പലതും കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരു 70% ആളുകൾക്കും ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ശരി ഏതെന്ന് കാണാൻ പറ്റുന്നില്ല, തെറ്റ് ഏതെന്ന് കാണാൻ പറ്റുന്നില്ല. ഇവര് കാണിക്കുന്ന പല പരിപാടികളാണ് നല്ലത്, ഈ തേർഡ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന പല പ്രവൃത്തികളുമാണ് നല്ലത്, അതൊക്കെയാണ് വേദവാക്യങ്ങൾ എന്ന് പറഞ്ഞ് അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവർക്ക് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ഒരു ഇതാണ്, അവരെക്കാൾ ഒരു മെച്ചപ്പെട്ട ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾ എടുക്കുമോ, ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടോ ഈ വ്യക്തിയുടേതായിട്ടുള്ള ആദായപരമായിട്ടുള്ള കാര്യങ്ങളോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ എടുക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിദേശത്തോട്ടോ കൊണ്ടുപോകുമോ, ട്രാവലിങ്ങിന് കൊണ്ടുപോകുമോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നയിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ. അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ, സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ ജോലി സ്ഥലങ്ങളിൽ തേർഡ് പാർട്ടി സാഹചര്യം ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ നിന്നുള്ള മുട്ടൻ പണികൾ ഈ തേർഡ് പാർട്ടി സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ വ്യക്തി ജോലി സ്ഥലത്ത് ഉള്ള നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ജോലി സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു 20% ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇത് എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും ഇവര് ഇങ്ങനെ പമ്പരം കറക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കറക്കുക, അതാണ് ഇവരുടെ യഥാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് മാത്രമല്ല, പാർട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്ത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്താ പറയാ വലിയ വലിയ കാര്യങ്ങളിലോട്ട് വരെ എത്താം, ഈ ലോകം തന്നെ ഭരിക്കുന്നവനാകാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ പരിപാടികളിലോട്ടൊക്കെ എത്തി നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും. നിങ്ങൾ അതായത് നിങ്ങളുടെ വ്യക്തി എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള ആളുകളൊക്കെ മാറ്റി വിട്ടു കഴിഞ്ഞാൽ, മേ ബി അത് നിങ്ങളായിരിക്കാം, നിങ്ങൾക്ക് പകുതി രക്ഷ ഉണ്ടാകും. അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും പെട്ടെന്ന് സാധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പതിയെ പതിയെ സാധിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സാധിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ മൂല്യം അറിയണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ കൊടുക്കുന്ന ഒരാള് ഈ 2025 ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിറഞ്ഞു വാഴുന്നു. ഓക്കെ, ഇവിടെ താലിമാലേനെ വരെ ബന്ധനം ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. താലി വരെ ബന്ധനം ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓക്കെ, ഈ തേർഡ് പാർട്ടിയുടെ ഒരു പരിപാടി പറഞ്ഞാണ്, മന്ത്രകോടി, താലിമാല, അങ്ങനെയുള്ള പരിപാടികൾ വരെ ബന്ധനം ചെയ്ത് വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരിക്കാം. പിടിച്ചു വെച്ചിരിക്കുവാണ്, പിടിച്ചു വെക്കുക, ബലമായിട്ട് ഇതാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റുവാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല. കാരണം ഇവരുടെ പല കാര്യങ്ങളും, ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല ആശയങ്ങളും പല ഈ പറയുന്ന എന്താ പറയാ ടെമ്പററി ആയിട്ടുള്ള പല വിധത്തിലുള്ള കുൽസിതങ്ങളും പരിപാടികളും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, നടപ്പാക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. പക്ഷേ അത് അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിനെ തന്നെ താളം തെറ്റിക്കുവാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു
പ്രശ്നം. ഓക്കെ, കാരണം പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളും കൂടുതൽ ടെൻഷൻ നിങ്ങളുടെ കാര്യത്തിന് തേർഡ് പാർട്ടിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ആരെങ്കിലും ഇവർക്കുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നാകുമോ, നിങ്ങൾ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലോട്ട് പോകുമോ, നിങ്ങളെ ഏതെങ്കിലും പരിപാടികളിലോട്ട് ഇവർ കൊണ്ടുപോകുമോ, നിങ്ങളെ ഒരു എന്താ പറയുക പൂർണ്ണമായിട്ട് ഒരു രാജ്ഞി രാജാവ് അങ്ങനെയുള്ള ഒരു രീതിയിലോട്ടൊക്കെ ഇരുത്തുവോ, കുടുംബമായിട്ട് നിങ്ങൾ സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയൊക്കെ ജീവിക്കുമോ എന്നുള്ള ടെൻഷനാണ്. നല്ല കവളം മടൽ കൊണ്ട് അടിയിട്ടതിൻ്റെ അസുഖമാണല്ലോ. ഞാനെന്ത് പറയാ, 2025 ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്ന് ഓർത്തിട്ടോ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പ്രയോറിറ്റീസ്, ഡിസിഷൻ, ഡിവൈൻ സപ്പോർട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം ആണ് മേ ബി ഫ്യൂച്ചറിലാണെങ്കിലും വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ. അത് ആ ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിന് പ്രയോറിറ്റീസ് കൊടുക്കുക, ഡിസിഷൻ വൈകിക്കാതിരിക്കുക, നാളെ നീളെന്ന് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ ഒരു ഡിസിഷനിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക്, വേറെ എന്ത് സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിലൊരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ ഡിസിഷൻ എടുക്കുക. പ്രയോറിറ്റീസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റീസ് കൊടുത്ത് ഡിസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.